മുഹറം അറബി കലണ്ടറിലെ ആദ്യത്തെ മാസമാണ്. ഹിജ്റ വർഷത്തിന്റെ തുടക്കം മുഹറം കൊണ്ടായതിൽ വിശ്വാസിക്ക് ഏറെ പാഠങ്ങളുണ്ട്. മുഹറം എന്ന പദത്തിന് പവിത്രമായത്, നിഷിദ്ധമായത് എന്നെല്ലാം അർത്ഥമുണ്ട്. അല്ലാഹു ഈ മാസത്തിന് നിശ്ചയിച്ചു നൽകിയ പവിത്രത സംരക്ഷിക്കാനുള്ള ബാധ്യത അടിമകളായ മനുഷ്യർക്കുണ്ട് എന്നർത്ഥം. അതിനാൽ അരുതായ്മകൾ പ്രവർത്തിക്കാതെ ഭക്ത്യാദരപൂർവം ഈ മാസത്തെ നാം സ്വാഗതം ചെയ്യണം. മുഹറം അരുതായ്മകൾക്ക് നിലവിലുള്ള നിരോധത്തിനു പുറമെ അധികമായി ഒരു തടസ്സം കൂടി സൃഷ്ടിച്ച് വിശ്വാസിയെ പരിരക്ഷിക്കുകയാണ്. അത് ഈ മാസത്തിന് ഇസ്ലാം പൂർവ്വകാലത്തെ നൽകിപ്പോരുന്ന പവിത്രതയാണ്. അല്ലാഹുവിന്റെ ദാസന് അവന്റെ യജമാനന്റേതെല്ലാം ഇഷ്ടകരവും ആനന്ദകരവുമായിരിക്കുമല്ലോ. അല്ലാഹുവിലേക്ക് ചേർത്തി പറയുന്നതെന്തും അവനിലേക്ക് അടുപ്പിക്കുന്ന ഉപാധികളാണ് എന്നതാണിതിനു നിദാനം. അല്ലാഹുവിലേക്ക് ചേർത്തി പറയുന്ന ചില വിശേഷണങ്ങൾ നോക്കുക. ബൈത്തുല്ലാഹി അഥവാ അല്ലാഹുവിന്റെ ഭവനം, ഷഹറുല്ലാഹി അല്ലാഹുവിന്റെ മാസം, നബിയുല്ലാഹി അല്ലാഹുവിന്റെ പ്രവാചകൻ, വലിയുല്ലാഹി അല്ലാഹുവിന്റെ ഇഷ്ടദാസൻ, ഖലീഫത്തുല്ലാഹി അല്ലാഹുവിന്റെ പ്രതിനിധി. എല്ലാറ്റിലും ഉപര്യുക്തത മഹത്വം കാണാം. ഖൽഖുല്ലാഹി അഥവാ അല്ലാഹുവിന്റെ സൃഷ്ടി എന്നത് തന്നെ അടിസ്ഥാനപരമായി സവിശേഷമാണ്. അവയിൽ നിക്ഷിപ്തമായിട്ടുള്ള പവിത്രത അല്ലാഹു തന്നെ നിശ്ചയിച്ചതുമാണ്. സൃഷ്ടി സാകല്യത്തിൽ നിന്നും അല്ലാഹു കൂടുതൽ ആദരവ് നൽകിയ വസ്തു, സ്ഥലം, കാലം, വ്യക്തി, കർമ്മം, ശീലം തുടങ്ങിയവയിലെല്ലാം പ്രാധാന്യമുള്ളവ ഏറെയുണ്ട്. അതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടി എന്ന വിധാനത്തിൽ നിന്നും അല്ലാഹുവിന്റെ ഖലീഫ അല്ലെങ്കിൽ പ്രതിനിധി എന്ന ഉന്നതിയിൽ നിയുക്തനായ മനുഷ്യന് ഗുണോപാധികളാണ്. ദുൽഹജ്ജ് മാസത്തിൽ വിശ്വാസികളുടെ പ്രതിനിധികൾ അല്ലാഹുവിന്റെ അതിഥികളായി പുണ്യഭൂമിയിലെത്തി ഹജ്ജും ഉംറയും നിർവഹിക്കുകയുണ്ടായി. അവർ അവരുടെ ഹജ്ജിന്റെ കർമ്മങ്ങളും മറ്റു പുണ്യകർമ്മങ്ങളുമായി സംഗമിച്ച വിശുദ്ധ നിലങ്ങൾ വ്യത്യസ്തമായ പദവിയും ബഹുമാനങ്ങളുമുള്ളവയാണ്. എക്കാലവും ആദരണീയവും സമയബന്ധിതമായി ആദരണീയതയുള്ളതും അതിലുണ്ട്. അല്ലാഹു അവന്റെ ഭൂമിയിൽ നിശ്ചയിച്ച സ്ഥലത്തെ പവിത്രവും ആദരണീയവുമാക്കി അത് ആവാഹിച്ചെടുക്കാൻ വിശ്വാസിയെ അങ്ങോട്ടെത്തിക്കുകയാണ്. ഇതുപോലെ മുഹറത്തിന്റെ പവിത്രതയും വിശ്വാസിക്ക് വേണ്ടിയുള്ളതാണ്. വിശ്വാസിയിലെ ആദരണീയതയെയും അവന്റെ പവിത്രാവസ്ഥയെയും കൂടുതൽ തിളക്കമുള്ളതാക്കാനുള്ള അവസരമാണത്. സൃഷ്ടാവ് കൽപ്പിച്ചു നൽകിയ മഹത്വം സ്വയം നഷ്ടപ്പെടുന്നതല്ലോ. മുഹറം എന്ന നാമം തന്നെ അതിന്റെ വിശുദ്ധി തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ സുസ്ഥിരമായ ഗുണമുള്ളതുമാണ് ഈ മാസം. ഹിജ്റ വർഷത്തിന്റെ ആരംഭം തന്നെ മുഹറം ആയത് നന്മകൾക്ക് അനുഗുണവും തിന്മകൾക്കെതിരെയുള്ള ആഹ്വാനവുമാണ്. അതിനെ ഏറ്റെടുത്തും അനുവർത്തിച്ചും ആദരണീയത സംരക്ഷിക്കാൻ വിശ്വാസികൾ തയ്യാറാവണം. മുഹറം എന്ന പവിത്രമാസം മുതൽ വർഷം മുഴുവനായും ഗുണങ്ങളുടെ കാലമാക്കി തിന്മകൾ വർജിച്ചും നന്മ വിളയിച്ചും പവിത്രമാക്കി തീർക്കണം. തുടക്കത്തിൽ തന്നെ ഒരു നല്ല രീതി അവലംബിച്ച് ജീവിതം നയിക്കണമെന്ന സന്ദേശം വർഷം മുഴുവനായി നന്മയിൽ അസ്ഥിവാരമിടുന്നതിന് പ്രേരകമാണ്. ഒരു വർഷത്തിന്റെ 1/3 സായുധ സമരം വർജിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വർഷാരംഭത്തിലെ മാസം തന്നെ സായുധ സമരം നിഷിദ്ധമാണ് എന്നതിൽ നിന്നും യുദ്ധത്തോടുള്ള ഇസ്ലാമിന്റെ സമീപനം എന്ത് എന്ന് മനസ്സിലാക്കാം. അനിവാര്യമാകുമ്പോഴേ ഇസ്ലാമിക രാജ്യത്തിന് കീഴിൽ സായുധ സമരം മതം അംഗീകരിക്കുന്നുള്ളൂ. ചുരുക്കത്തിൽ ശാന്തവും സമാധാനപരവുമായ അന്തരീക്ഷത്തിൽ നന്മകൾക്ക് നാന്ദി കുറിക്കാനുള്ള അവസരമാണ് മുഹറം. വൈയക്തിക നന്മകൾക്ക് സാഹചര്യമൊരുങ്ങുന്നതിന് സ്വസ്ഥമായ ചുറ്റുപാടുകൾ ആവശ്യമാണ്. ഇസ്ലാം അത് അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ പൂർവികർ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന വിശേഷങ്ങൾ മുഹറം മാസത്തിൽ മാറ്റി നിർത്തിയിരുന്നു എന്നു കാണാം. ആദ്യ 10 വിശേഷിച്ചും വിവാഹം, യാത്ര തുടങ്ങിയ കാര്യങ്ങളുമായി കെട്ടുപിണഞ്ഞ് സമയം നഷ്ടപ്പെട്ടാൽ വർഷാരംഭത്തിലെ ആരാധന കുറയുമോ എന്ന് അവർ ആശങ്കിച്ചതും ഇതിന് കാരണമായിരുന്നു. അവരുടെ ഈ സമീപനത്തെ ഗുണകരമായി ഉൾക്കൊള്ളുന്നതിന് പകരം ചിലരെല്ലാം വിരസമായാണ് ഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മുഹറമിന്റെ ആദ്യ നാളുകൾ ചില പ്രത്യേക കാര്യങ്ങൾക്ക് കൊള്ളില്ല എന്ന ധാരണ പരന്നത്. യഥാർത്ഥത്തിൽ അത് നിഷിദ്ധമല്ലെങ്കിലും അവയിൽ കെട്ടുപിണഞ്ഞൊരു സുവർണാവസരം നഷ്ടപ്പെടരുത് എന്നാണ് മുൻഗാമികൾ കരുതിയത്. നന്മകൾ കൊണ്ട് തുടങ്ങി ആ വർഷം മുഴുവൻ സുഹൃതം നിലനിർത്താനും അവർ ശ്രമിച്ചിരുന്നു. മുഹറം എന്ന പവിത്രകാലത്തിന്റെ ആദ്യ ദശകത്തെ കൂടുതൽ ധന്യമാക്കുകയാവണം ഈ സൂക്ഷ്മതയുടെ പ്രയോഗതലം. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ എന്നിങ്ങനെ കാലത്തെ അംഗീകരിച്ചും അടയാളപ്പെടുത്തിയുമുള്ള മനുഷ്യന്റെ കാലഗണനാ രീതി പഴക്കമേറെയുള്ളതാണ്. സൂര്യചന്ദ്രന്മാരെ അടിസ്ഥാനപ്പെടുത്തി കാലവും സമയവും കണക്കാക്കുന്ന രീതി മനുഷ്യന് പ്രപഞ്ചനാഥൻ കനിഞ്ഞേകിയതാണ്.
ഗോളങ്ങളുടെ സൃഷ്ടിപ്പും ക്രമീകരണവും തന്നെ ഉത്തമമായ ദൃഷ്ടാന്തമത്രേ. സൂര്യനെ പ്രകാശമാനമാക്കിയതും ചന്ദ്രനെ ശോഭയുള്ളതാക്കിയതും അവനാകുന്നു. അതിന് വ്യത്യസ്ത മണ്ഡലങ്ങൾ നിശ്ചയിച്ചതും അവൻ തന്നെ. കൊല്ലങ്ങളുടെയും സമയത്തിന്റെയും കണക്കറിയുന്നതിന് സഹായകമായി സൂര്യചന്ദ്രാദികളുടെ ചലനഭ്രമണങ്ങളെ മനുഷ്യൻ എന്നും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പ്രകാശത്തിന്റെ അടിസ്ഥാനം സൂര്യനായതിനാൽ രാപ്പകലുകൾ നിർണയിച്ചു നൽകുന്നതിൽ സൂര്യനാണ് വ്യക്തമായ പങ്കാളിത്തമുള്ളത്. യഥാർത്ഥത്തിൽ സൂര്യനും ചന്ദ്രനും ദൃഷ്ടാന്തങ്ങളാണ്. അവയുടെ വ്യത്യസ്തതകളും പ്രതിഫലനങ്ങളും ദൃഷ്ടാന്തങ്ങൾ തന്നെ. രാപ്പകലുകളെ നാം രണ്ട് ദൃഷ്ടാന്തങ്ങളായി നിശ്ചയിച്ചിരിക്കുന്നു. രാത്രിയെ പ്രകാശമില്ലാത്തതും പകലിനെ പ്രകാശിതവുമാക്കി. നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള അനുഗ്രഹത്തെ നിങ്ങൾ തേടാൻ വേണ്ടിയും കൊല്ലങ്ങളും സമയവും കണക്കാക്കാൻ വേണ്ടിയും. ഇത് സൂറത്ത് അൽ ഇസ്രായിലെ ഒരു ആയത്തിന്റെ അർത്ഥമാണ്. രാപ്പകലുകൾ മാറി വരുന്നതിലും ആകാശഭൂമികളിൽ അല്ലാഹു സൃഷ്ടിച്ചവയിലും തഖ്വ അല്ലെങ്കിൽ ഭക്തിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇതും സൂറത്ത് യൂനുസിലെ 6-ാമത്തെ സൂക്തത്തിന്റെ അർത്ഥമാണ്. സൂര്യചന്ദ്ര രാപ്പകലുകളിൽ നമുക്ക് പാഠവും കാലഗണന സൗകര്യവുമുണ്ട്. പ്രത്യക്ഷമായ മറ്റുപകാരങ്ങൾ പുറമേയുമുണ്ട്. കാലഗണനക്ക് മനുഷ്യജീവിതത്തിന്റെ ആത്മീയതയിലും രചനാത്മകതയിലുമുള്ള സ്വാധീനം വ്യക്തമാണ്. സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി സാധാരണഗതിയിൽ ദിനങ്ങൾ തീരുമാനിക്കുന്നു. രാവും പകലും ചേർന്ന് ഒരു ദിനവും 7 ദിനങ്ങൾ ചേർന്ന് ഒരു ആഴ്ചയും നാം കണക്കാക്കുന്നു. ഒരു രാപ്പകലിനേക്കാൾ ചുരുങ്ങിയ ദിനവും 7 ദിനങ്ങളിൽ ചുരുങ്ങിയ ആഴ്ചകളുമില്ല. മാസം ആഴ്ചകളുടെ കൃത്യമായ ഗുണിതങ്ങളല്ലാത്തതിനാൽ കൃത്യമായ ഒരു മാനദണ്ഡം നിശ്ചയിക്കപ്പെടുകയും അത് കണിശമായി പരിഗണിക്കുകയും വേണം. സൂര്യചന്ദ്രന്മാരുടെ സാന്നിധ്യത്തിലാണത് സാധിക്കുന്നത്. ചന്ദ്രനുണ്ടാകുന്ന വൃതിക്ഷയങ്ങൾ ഒരു പ്രാവശ്യം പൂർത്തിയാകുമ്പോൾ ഒരു മാസമായി. അതിന്റെ പൂർണ്ണമായ ദിനങ്ങൾ 30 ഒരു മാസത്തിലെ 29 അസ്തമിച്ച രാത്രിയുടെ തുടക്കത്തിൽ എവിടെയെങ്കിലും ചന്ദ്രക്കീറ് കാണാനായാൽ ഒരു വൃദ്ധിയുടെ സമാരംഭമായി. അതിനാൽ സൗരദിനത്തേക്കാൾ ന്യൂനമായ ചന്ദ്രദിനത്തെ അന്നു മുതൽ കണക്കാക്കി തുടങ്ങും. അങ്ങനെയാകുമ്പോൾ ചില മാസങ്ങൾ 29 ദിവസങ്ങളായിരിക്കും. സൂര്യന് ദിനേനയുള്ള ഉദയാസ്തമയം പോലെയാണ് ചന്ദ്രന് മാസാന്തമുള്ള പിറവി. വർഷത്തിൽ 12 പ്രാവശ്യം ഇത് നടക്കുന്നു. ഇതിൽ 1-ാമത്തെ മാസത്തെ പവിത്രമാക്കുകയും അത് ഉപയോഗപ്പെടുത്താൻ വിശ്വാസികൾക്ക് അവസരം നൽകുകയും ചെയ്തതിലൂടെ അവർ നന്നായി തീരുന്നതിന് സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധവും പാവനവുമായ ഒന്നിനോട് മനുഷ്യനെ ബന്ധപ്പെടുത്തി അവനെയും പരിശുദ്ധനാക്കുകയാണിവിടെ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിക്ഷിപ്തമായ ഗുണം അടിസ്ഥാനപരമായി കാലത്തിലും സമയത്തിലുമുണ്ട്. അതിനാൽ തന്നെ അത് ആവാഹിക്കുന്നതിനും നഷ്ടപ്പെടാതിരിക്കുന്നതിനും വിശ്വാസി ശ്രമിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കാലത്തിലെ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ നാഥന്റെ അനുഗ്രഹ കടാക്ഷങ്ങളുണ്ട്. അതിനാൽ നിങ്ങൾ അതിലേക്ക് പ്രത്യക്ഷരാവുക. എന്നാൽ അതിൽ നിന്ന് ഒന്ന് നിങ്ങളെ കടാക്ഷിച്ചേക്കാം. പിന്നെ നിങ്ങൾ ഒരിക്കലും പരാജിതരാകില്ല. സ്ഥലവും കാലവും മനുഷ്യഗുണത്തിനുള്ളതാണ്. തനിക്കായി നിശ്ചയിക്കപ്പെട്ട ഗുണമെവിടെ, എപ്പോൾ, എങ്ങനെ എന്നത് നമ്മുടെ തീരുമാനത്തിന്റെയും കണ്ടെത്തലിന്റെയും പരിധിയിൽ വരുന്നതല്ല. അതിനാൽ തന്നെ അത് ലഭിക്കണമെന്ന വിചാരത്തോടെ എല്ലാറ്റിനെയും സമീപിക്കുകയാണ് ഏക വഴി. വിശുദ്ധ മാസങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം അള്ളാഹു പറയുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്രമിക്കരുത് എന്നാണ്. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചതു മുതൽക്കേ അവന്റെ കണക്കിൽ മാസങ്ങളുടെ എണ്ണം 12 അവയിൽ 4 മാസങ്ങൾ യുദ്ധാനുമതിയില്ലാത്തവയാണ്. ഇതാണ് നേരായ വ്യവസ്ഥ. അതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആക്രമിക്കരുത് എന്ന് സൂറത്ത് തൗബയിൽ പറയുന്നു. അറബികൾക്കിടയിൽ കാലഗണനയിൽ ചില അശുഭകരമായ സമീപന രീതികൾ ഉണ്ടായിരുന്നു. ചില മാസങ്ങൾ തങ്ങളുടെ താൽപര്യാനുസരണം മാറ്റുകയും അതുമൂലം മാസങ്ങളുടെ എണ്ണം തന്നെ കൂടുകയും ചെയ്തിരുന്നു. അതിനെയെല്ലാം നിരാകരിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന സൂക്തമാണിത്. ഹജ്ജും ഉംറ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സ്വദേശികളും അല്ലാത്തവരുമായ ആളുകളുടെ യാത്ര സുരക്ഷിതമാകുന്നതിനും തീർത്ഥാടനം മുടങ്ങാതിരിക്കാനും വേണ്ടി 4 മാസങ്ങളെ യുദ്ധവിരുദ്ധ മാസമാക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. ചില ഗോത്രങ്ങൾക്കിടയിൽ മാസങ്ങളുടെ ക്രമത്തിലും വ്യത്യാസമുണ്ടായിരുന്നു. അതിൽ ശരിയായ ക്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചതു മുതൽക്കേ കാലം അതിന്റെ ക്രമത്തിൽ കറങ്ങുന്നുണ്ട്. ഒരു വർഷം 12 മാസമാണ്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം എന്നീ 3 തുടർ മാസങ്ങൾ. ജമാദുൽ ഉഖ്റയുടെയും ശഅബാന്റെയും ഇടയിലുള്ള റജബ് എന്നീ 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളാണ്. റബീഅത്തുകാർ റജബായി കണക്കാക്കിയിരുന്ന ഇന്നത്തെ റമളാനായിരുന്നു. ഈ 4 മാസങ്ങളിൽ അധിക പുണ്യമുള്ളത് മുഹറം മാസത്തിനാണ്.
ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, പവിത്രമായ ഒരു മാസം കൊണ്ട് അള്ളാഹു വർഷം തുടങ്ങി, പവിത്രമായ മറ്റൊരു മാസം കൊണ്ട് വർഷം അവസാനിപ്പിക്കുകയും ചെയ്തു. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ആ കൊല്ലത്തിൽ മുഹറമിനേക്കാൾ അള്ളാഹുവിങ്കൽ മഹത്തായ ഒരു മാസമില്ല. അതിനാൽ മുഹറമിന് അള്ളാഹുവിന്റെ സർവ്വ സുരക്ഷിതമായ മാസം എന്നും പേരുണ്ട്. കാരണം അതിൽ നിഷിദ്ധാവസ്ഥ കഠിനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും ഉത്തമമായ സമയവും മാസവും ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, രാത്രിയിൽ ഉത്തമമായത് അതിന്റെ മധ്യസമയമാണ്. മാസത്തിൽ ശ്രേഷ്ഠം മുഹറം മാസമാണ്. ഈ ശ്രേഷ്ഠത നേടിയെടുക്കുന്നതിനായി എന്തു വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, റമദാന് ശേഷം നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറമിലാണ്. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം രാത്രിയിലെ നിസ്കാരമാണ് ശ്രേഷ്ഠകരം.